ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുകുന്ദൻ രുക്കുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആ ദിവസം രാത്രിയിൽ നടു റോട്ടിൽ വെച്ച് മുകുന്ദനും അച്ചുവും തമ്മിൽ നല്ല പൊരിഞ്ഞ അടിയാവുകയാണ്. മുകുന്ദൻ തന്റെ ഭാഗത്തെ സത്യം പറയാൻ അച്ചുവിനോട് തയ്യാറാവുന്നുണ്ടെങ്കിലും അച്ചു അതൊന്നും വിശ്വസിക്കുന്നില്ല. എനിക്ക് ഇനി ഇങ്ങനൊരു ഏട്ടനില്ലെന്നാണ് അച്ചു പറയുന്നത്. അങ്ങനെ അവര് തമ്മിലുള്ള വഴക്ക് മൂർച്ഛിച്ചു നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് JK വന്ന് അവരുടെ അടി പിരിച്ചുവിടുന്നത്. അങ്ങനെ അച്ചുവും മുകുന്ദനും അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേ സ്പോട്ടിൽ തന്നെ അർച്ചന ഇതറിഞ്ഞ് അങ്ങോട്ടേക്ക് ആ ചായക്കടയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവര് പോയെന്ന് ആ ചായക്കടക്കാരൻ പറയുകയാണ്. അങ്ങനെ അർച്ചന തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അച്ചുവിനെയും മുകുന്ദനെയും പുറത്തേക്ക് വിളിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എല്ലാവരും തന്നെ വരുന്നുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ ഇങ്ങനെ വേർപിരിഞ്ഞു പോകുന്നത് കാണുമ്പോൾ അർച്ചനയ്ക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട്. അങ്ങനെ അവരോട് തന്റെ മനസ്സിലുള്ള സങ്കടങ്ങളും ദേഷ്യവും എല്ലാം തന്നെ അർച്ചന അങ്ങനെ പറഞ്ഞു തീർക്കുകയാണ്. ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകളെ തീറ്റിപ്പോറ്റി വളർത്തിയത് തമ്മിലടിച്ച് തീരാനല്ല. അതുകൊണ്ട് തന്നെ അച്ചു, നീ ഇപ്പൊ തന്നെ നിന്റെ ഏട്ടനായ മുകുന്ദനോട് മാപ്പ് ചോദിക്കുകയെന്ന് അർച്ചന പറയാണ്. എന്നാൽ അത് കേട്ട് അച്ചുവിനാകെ ദേഷ്യം വരികയാണ്. അച്ചു എന്നിട്ട് അർച്ചനയോട് എതിർത്ത് സംസാരിക്കുകയാണ്. ഞാൻ എന്തിന് മുകുന്ദേട്ടനോട് മാപ്പ് പറയണം? തെറ്റ് ചെയ്തവരല്ലേ മാപ്പ് ചോദിക്കേണ്ടതെന്ന് അച്ചു അങ്ങനെ പറയാണ്. ഇത് കേട്ട് എല്ലാവരും തന്നെ ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട്. എത്രയൊക്കെ മുകുന്ദൻ ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ടും അച്ചു അതൊന്നും വിശ്വസിക്കുന്നില്ല. അത്രമാത്രം രുക്കു അച്ചുവിനെ മാറ്റിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്ന് വിഷമത്തോടെ അച്ചു അങ്ങനെ റൂമിലിരിക്കുകയാണ്. അപ്പോഴാണ് രുക്കു അച്ചുവിനോട് പറയുന്നത്, അച്ചു, ഞാൻ ഇവിടം വിട്ട് എന്നേക്കുമായി പോവുകയാണെന്ന് പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, രുക്കു, നീ എന്നെ വിട്ടു പോകരുത് എന്നൊക്കെ അങ്ങനെ പറയാണ്. എന്നാൽ രുക്കു അച്ചുവിനോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ വീട്ടിലേക്കല്ല പോകുന്നത് എന്ന് പറയുമ്പോ അച്ചു ആകെ പേടിച്ചുകൊണ്ട് പിന്നെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഈ ലോകം വിട്ട് തന്നെ പോകുമെന്ന് രുക്കു അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചു പറയുകയാണ്. ഇതെല്ലാം കേട്ട് അച്ചു ആണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അച്ചുവിനെ തന്റെ സൈഡ് നിർത്താൻ വേണ്ടിയാണ് രുക്കു ഇങ്ങനെയൊക്കെ അച്ചുവിനോട് പറയുന്നത്. താൻ മരിക്കാൻ പോവുകയാണെന്നറിഞ്ഞാൽ അച്ചുവിന് അതൊരിക്കലും സഹിക്കാൻ കഴിയില്ലെന്ന് രുക്കുവിനെ നന്നായി അറിയാം. അച്ചുവിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെയാണ് രുക്കു ഇടയ്ക്കിടയ്ക്ക് ഞാൻ മരിക്കുമെന്ന് പറയുന്നത്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.